അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പുതിയ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്ന് തോന്നുന്നു എന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനയിൽ നിന്ന് പൂർണ്ണമായും വ്യതിചലിച്ച് ഇന്ത്യയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമേരിക്കയ്ക്ക് എക്കാലവും ശക്തമായ സൗഹൃദമുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക അതൃപ്തി ഉണ്ടെന്നും അതിന്റെ സൂചനയാണ് ഇന്ത്യക്ക് മേൽ 50% വരെ ഉയർന്ന നികുതി ചുമത്തിയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഈ സമയത്ത് ട്രംപിന്റെ ഈ പ്രസ്താവനകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നയതന്ത്ര രംഗത്തെ ഈ ചൂടുമാറ്റം അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധം എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കാണുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. റഷ്യയുമായി വർഷങ്ങളായി നിലനിൽക്കുന്ന ഇന്ത്യയുടെ സൗഹൃദ ബന്ധം, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ പരോക്ഷമായി റഷ്യയെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് അമേരിക്ക കരുതുന്നു. ഇതാണ് ട്രംപിന്റെ അതൃപ്തിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഈ നടപടികൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യവും ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണം അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാമെന്ന ആശങ്കയും ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ നയം അമേരിക്കൻ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ഇത് മറ്റു രാജ്യങ്ങൾക്കും റഷ്യയുമായി സഹകരിക്കാൻ പ്രചോദനമുണ്ടാകുമെന്നും അമേരിക്ക ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ റഷ്യൻ ബന്ധം പരിമിതപ്പെടുത്താനുള്ള ഒരു നയതന്ത്ര നീക്കമായി തന്നെ കണക്കാക്കാം. അമേരിക്കയുടെ ഉയർന്ന തീരുവകൾ ഇന്ത്യൻ കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാണെന്ന് വ്യവസായ രംഗം ഒന്നടങ്കം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കയറ്റുമതിക്കാർക്ക് ആശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ വ്യവസായികളുടെ ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുന്നുണ്ടെന്നും പാക്കേജിന് അന്തിമ രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ അറിയിച്ചു. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ്. ഇന്ത്യ നിലവിൽ ഒരു നയതന്ത്ര പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് മറുവശത്ത് റഷ്യയുമായുള്ള ദീർഘകാലം സൗഹൃദം ബലി കഴിക്കാൻ സാധിക്കില്ല. കൂടാതെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. ട്രംപിന്റെ പ്രസ്താവനകൾക്കും ധനമന്ത്രിയുടെ വാഗ്ദാനങ്ങൾക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധേയമായ പ്രതികരണങ്ങളും പ്രതീക്ഷിക്കാം.